തിരുവനന്തപുരത്തിന്റെ വടക്കൻ തീരപ്രദേശത്തെ പ്രധാന ഹാർബറായ മുതലപ്പൊഴി ഹാർബർ നാശത്തിന്റെ വക്കിൽ. വള്ളങ്ങളുണ്ട് ഇവിടെ, വലിയ വള്ളങ്ങൾ, പിന്നെ കൊച്ചു വള്ളങ്ങളും 500 പരം കൊച്ചു വള്ളങ്ങളുണ്ട്. അതിന്റെ ജനങ്ങളെല്ലാവരും വരട്ടെ, വന്നിട്ട് ജനങ്ങളെടുക്കണം തീരുമാനം. ജനങ്ങളെ തീരുമാനിക്കൂ. നിങ്ങൾ പൊടി മുറിക്കണമോ അതോ പിന്നെ നിങ്ങൾ JCBക്ക് തോണ്ടണോ അതോ ട്രഡ്ജിങ് സാമഗ്രികൾ കൊണ്ടുവന്ന് ഇത് അടിച്ച് മണൽ മാറ്റണോ? ട്രഡ്ജിങ് മിഷൻ കൊണ്ടുവന്ന് മാറ്റുന്നതിന് മുമ്പ് ഈ 2 പുലിമുട്ടിന്റെ നീളം കൂട്ടണം. ഈ പുലിമുട്ടിന്റെ നീളം കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണൽ ഇതിന്റെ അകത്ത് അടിഞ്ഞുകൂടും. ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ മത്സ്യത്തൊഴിലാളികളൊക്കെ മരിക്കും. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പൊഴി മുറിക്കാൻ കളക്ടറല്ല പട്ടാളം വന്നാലും ജീവൻ കൊടുത്താലും ഞങ്ങൾ അനുവദിക്കത്തില്ല, ഒരു കാരണവശാലും. മാസങ്ങളായി ഹാർബറിൽ മണലടിഞ്ഞു കയറി ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഹാർബർ പൂർണ്ണമായും ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് സാധാരണ ഈ ഇതിന് മുമ്പ് ഈ പൊഴി പിന്നെ ഈ ഹാർബർ ആവുന്നതിന് മുമ്പ് സാധാരണ വേലിയാലും വെള്ളം കയറുമായിരുന്നു. വെള്ളം കയറിയാലും ശരി തന്നെ 5 മാസത്തോളം നിന്നതിന് ശേഷം അല്ലാത്ത രീതിയിൽ വെള്ളം കൂടില്ല. വെള്ളം കൂടിയാലും ശരി തന്നെ അത് തനിയെ പൊട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോഴ് ഏതെങ്കിലും ഈ വെള്ളം കയറി ഏതെങ്കിലും വീട്ടിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളോ എന്ന് പറയട്ടെ, ഏതെങ്കിലും അവരുടെ ജമീൻ കൃഷിയോ മറ്റ് മത്സ്യകൃഷി എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പൊ ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ 78 ജീവൻ പൊലിഞ്ഞ സ്ഥലത്താണ് നമ്മളെല്ലാവരും ഈ ചവിട്ടി നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു? അവർക്ക് ആർക്കെങ്കിലും ജോലി കൊടുത്തു? അതല്ലെന്നുണ്ടെങ്കിൽ ഈ മരണപ്പെട്ടു പോയ ഈ വള്ളത്തിന്റെ ഉടമസ്ഥന്മാർക്ക് എന്തെങ്കിലും കടബാധ്യതകളുണ്ടോ എഴുതി തീർത്തു? അതൊന്നും തീർത്തിട്ടില്ലല്ലോ അവര്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എല്ലാം ശുദ്ധ കള്ളമാണ്. മത്സ്യത്തൊഴിലാളികൾക്കറിയാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്താണ്. ഇവർ ഈ പിന്നെ ഹാർബർ ഉണ്ടായപ്പോൾ നടത്തിയ സമയത്ത് ഇതുവരെ ഈ പരിസരത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളികൾക്കും അടുത്തും ഒരു കാര്യം പോലും ചോദിക്കാത്ത രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ അനുഭവിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കറിയാം ഈ കടലിന്റെ അവസ്ഥയെക്കുറിച്ച്, ഈ പൊടിയുടെ അവസ്ഥയെക്കുറിച്ച്. എത്ര മത്സ്യത്തൊഴിലാളികളാണ് നിങ്ങൾ എടുത്തിട്ട് ഇതിന്റെ തീരുമാനമൊക്കെ ചോദിച്ചത്? അപ്പൊ നിങ്ങളുടെ അനാസ്ഥയുടെയും നിങ്ങളെ ശ്രദ്ധയില്ലാതെയും ഈ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുന്നത്, മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇനി എത്ര ജനങ്ങൾ ഇവിടെ വരാനുണ്ട്? ഇതിന്റെ ഒരു 1% പോലും ആയില്ല. 2-3 വള്ളത്തിന്റെ ആൾക്കാരെ ആയുള്ളൂ. 170ഓളം വള്ളങ്ങളുണ്ട് ഇവിടെ, വലിയ വള്ളങ്ങൾ, പിന്നെ കൊച്ചു വള്ളങ്ങളും 500 പരം കൊച്ചു വള്ളങ്ങളുണ്ട്. അതിന്റെ ജനങ്ങളെല്ലാവരും വരട്ടെ, വന്നിട്ട് ജനങ്ങളെടുക്കണം തീരുമാനം. ജനങ്ങളെ തീരുമാനിക്കൂ. നിങ്ങൾ പൊടി മുറിക്കണമോ അതോ പിന്നെ നിങ്ങൾ JCBക്ക് തോണ്ടണോ അതോ ട്രഡ്ജിങ് സാമഗ്രികൾ കൊണ്ടുവന്ന് ഇത് അടിച്ച് മണൽ മാറ്റണോ? ട്രഡ്ജിങ് മിഷൻ കൊണ്ടുവന്ന് മാറ്റുന്നതിന് മുമ്പ് ഈ 2 പുലിമുട്ടിന്റെ നീളം കൂട്ടണം. ഈ പുലിമുട്ടിന്റെ നീളം കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണൽ ഇതിന്റെ അകത്ത് അടിഞ്ഞുകൂടും. ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ മത്സ്യത്തൊഴിലാളികളൊക്കെ മരിക്കും. ഇത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. 200ഓളം ബോട്ടുകളും 500-ലധികം ചെറുവള്ളങ്ങളും നിത്യവും തലങ്ങും വിലങ്ങും സർവീസ് നടത്തിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന മേഖലയാണ് മുതലപ്പൊഴി ഹാർബർ. കടലിനെയും കടൽ സമ്പത്തിനെയും മാത്രം ആശ്രയിച്ച് ജീവിതത്തിന്റെ നിത്യവൃത്തി കഴിച്ചുകൂട്ടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പൂർണ്ണമായും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലായത്. കാണാം വിശദമായ വാർത്ത. പൊഴിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഈ 11 വർഷത്തിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. മന്ത്രി എന്ന് പറയുന്ന മന്ത്രിയുടെ സംസാരങ്ങളെല്ലാം ഇതുകൊണ്ട് ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിക്കിടുക എന്നുള്ള അല്ലാത്ത ഒരു ഇതുമില്ല. ഈ മത്സ്യത്തൊഴിലാളികളെ ക്ഷമ പരീക്ഷിക്കുന്നതാണ് ഈ പരിപാടി. ക്ഷമ പരീക്ഷിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 1 മാസത്തോളം, ഒരു മാസത്തോളം, ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ജനങ്ങൾ ഇത് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവും, നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ജനങ്ങൾ പറഞ്ഞതാണ്. ഇതൊന്നും അവർ കൈക്കൊള്ളാതെ ഇങ്ങനെ ഈ മോശമൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ച് പട്ടിണി മരണങ്ങൾ ഇനി വരുമെന്ന അവസ്ഥയിലാണ് പോകുന്നത്. ഇത് പൊഴി മുറിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല. പൊഴി മുറിക്കൽ കൊണ്ടുണ്ടാവുന്നത് അപ്പുറത്തുള്ള വീടുകളിലുള്ള വെള്ളം കയറില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല. മോശകരവസ്ഥയാണ് ഇപ്പൊ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഇട്ടിരിക്കുന്നത് ഇവിടെ. അദാനിയുടെ ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് ശാസ്ത്ര പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കണ്ണൂർ കിടക്കുന്ന 24 കോടിയുടെ ഡ്രഡ്ജറുണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം. പോസിബിളായിട്ടുള്ളത് അദാനിയെ പ്രഷർ ചെയ്ത് അദാനിയുടെ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവരുന്നുള്ളതാണ്. അദാനിക്ക് വേണ്ടി പൊളിച്ചു കൊടുത്തതിൻ്റെ പാരിസ്ഥിതിക ആഘാതമാണിത്. ഈ പാരിസ്ഥിതിക ആഘാതം ഒഴിവാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ രീതിയിൽ പ്രഷർ ചെയ്ത് അവരെ കൊണ്ട് ആ ഡ്രഡ്ജർ ഇവിടെ വരുത്തിക്കണം. അതുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൊഴിമുറിക്കാൻ കളക്ടറല്ല പട്ടാളം വന്നാലും ജീവൻ കൊടുത്താലും ഞങ്ങൾ അനുവദിക്കത്തില്ല ഒരു കാരണവശാലും. മണലടിഞ്ഞു കയറി പൂർണ്ണമായും അടഞ്ഞ മുതലപ്പൊഴി ഹാർബർ എത്രയും വേഗം തന്നെ മണൽ മാറ്റി വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കടന്നുപോകാൻ തരത്തിലുള്ള പഴയ അവസ്ഥയിലാക്കണമെന്നാണ് മേഖലയിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് കടലിൻ്റെ മക്കളുടെ ആവശ്യം. മുതലപ്പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ കനത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് മത്സ്യത്തൊഴിലാളികൾ. കൂടുതൽ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് പൊഴിയിലെ മണൽ പൂർണ്ണമായും മാറ്റണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഡ്രഡ്ജറുകൾ എത്തിക്കാൻ 4-5 ദിവസത്തോളം സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇന്നത്തെ കാര്യം ഇന്ന് നാളെ വേറെ ഒരു ആലാപാലം വേണ്ട. ടെസ്റ്ററാ കടലിനെയും കടൽ സമ്പത്തിനെയും മാത്രം ആശ്രയിച്ച് ജീവിതത്തിന്റെ നിത്യവൃത്തി കഴിച്ചുകൂട്ടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പൂർണ്ണമായും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലായത്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.